ബാംഗ്ലൂരിലെ ക്രൂര മർദ്ദനത്തിനിരയായ മലയാളി യുവതി മരിച്ചു. ബാംഗ്ലൂരിലെ ഒരു തെരുവുനായ സംരക്ഷണ കേന്ദ്രം നടത്തുന്ന മലയാളി യുവാവിൻ്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായ തൃശ്ശൂർ സ്വദേശി സുനിതയാണ് മരിച്ചത്. അപ്പോൾ ആള് വാടാനപ്പള്ളി സ്വദേശിനിയാണ്, തൃശ്ശൂരുള്ള വാടാനപ്പള്ളി. അത് എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനിടെ അത് തടഞ്ഞതിനെ തുടർന്നാണ് ഇവളെ അടിച്ചു കൊല്ലുന്നത്. അപ്പോൾ വിശദമായിട്ട് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഹൈപ്പും ചെയ്യണം. അപ്പോൾ തൃശ്ശൂരിലെ വാടാനപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള സുനിത ബാംഗ്ലൂര് സുലൈബയിലുള്ള തെരുവുനായ സംരക്ഷണ കേന്ദ്രത്തിൽ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥാപന ഉടമയായ ദീപക് കൃഷ്ണകുമാറിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. അപ്പോൾ കേസെടുത്തെങ്കിലും പ്രതി ഒളിവിലാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ദീപക് കൃഷ്ണൻ നടത്തുന്ന ഡോഗ് ഷെൽട്ടറിൽ സുനിത ജോലി ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ മെയ് 3-ാം തീയതിയാണ് കേസിന് ആസ്പദമായിട്ടുള്ള ഈ സംഭവം നടന്നത്. അപ്പോൾ സുനിതയെ ദീപക് ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും ഇത് തടഞ്ഞതിനെ തുടർന്ന് പ്രകോപിതനായ ഈ പ്രതി സുനിതയെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. മർദ്ദനത്തിന് ശേഷം പ്രതി തൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ച ഓഡിയോ സന്ദേശമാണ് കേസിലെ ഏറ്റവും നിർണായകമായ തെളിവായി മാറിയിരിക്കുന്നത്. കഴുത്തിന് നല്ലപോലെ കൊടുത്തിട്ടുണ്ട്, ചത്തോട്ടെ എന്ന തരത്തിലുള്ള വെല്ലുവിളികളാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ സുനിതയുടെ ബോധം മറയുന്നത് വരെ ദീപക് ക്രൂരത തുടർന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മർദ്ദനമേറ്റ അവശയായ സുനിതയെ ആദ്യം ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ബന്ധുക്കൾ തൃശ്ശൂരിലെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. തലച്ചോറിനേറ്റ ഗുരുതരമായ പരിക്ക് കാരണമാണ് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്നത്. എന്നാൽ മെയ് 5-ാം തീയതി വൈകുന്നേരത്തോടെ സുനിത മരണത്തിന് കീഴടങ്ങി. സംഭവം നടന്ന ബാംഗ്ലൂരിലെ സുലിബല പോലീസ് സ്റ്റേഷനിലെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുനിത മരണപ്പെട്ടതോടെ ഇത് കൊലകുറ്റമായിട്ട് മാറിയിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ ഈ റിപ്പോർട്ടിലെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ സുനിത നേരിട്ട ശാരീരിക പീഡനങ്ങളുടെയും ആന്തരിക പരിക്കുകളുടെയും കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും. ദീപക് ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ടും ലൈംഗികാതിക്രമം ചെറുത്തതാണ് ഇത്രയും വലിയ ക്രൂരതയിലേക്ക് നയിച്ചതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. പ്രതി ദീപക് കൃഷ്ണൻ കേരളത്തിലേക്ക് കടന്നതായിട്ടും സംശയമുണ്ട്. അപ്പോൾ പ്രതിയെ പിടികൂടുന്നതിനായിട്ട് കർണാടക പോലീസ് കേരള പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോയ ഒരുത്തൻ അവിടെ വെച്ചിട്ട് അവിടെയുള്ള ഒരു മലയാളി പെൺകുട്ടിയെ ക്രൂരമായിട്ട് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുക. ആ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾ തടഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇയാൾക്കുണ്ടായിട്ടുള്ള പ്രകോപനം അതാണ്. തടഞ്ഞതിൻ്റെ ഫലമായിട്ട് അയാളെ അടിച്ചു കൊല്ലുക. എന്നിട്ട് അത് ആസ്വദിച്ചിട്ട് സുഹൃത്തുക്കൾക്ക് ഓഡിയോ മെസ്സേജായിട്ട് അയച്ചു കൊടുക്കുക. എന്താണ് അവൻ്റെ ഒരവസ്ഥ? ഇവനൊക്കെ നിയമം കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. അത് എനിക്ക് തോന്നുന്നു നിയമത്തിന് വേണ്ടി കാത്തിരുന്ന് ഇവനെ ജയിലിലിട്ടിട്ട് ഇവനിപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇവനെ ജയിലിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇവൻ അവിടെ തിന്നും കുടിച്ച് സുഖമായിട്ട് കിടക്കും. അതിനെക്കാട്ടും ഭേദം സ്പോട്ടിൽ അങ്ങോട്ട് ഇവൻ്റെ ക്രിമിനേടി തീർത്തു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.